தாண்டி செல்ல கொஞ்ச காலம் கொஞ்ச தூரம் கொஞ்ச நேரம் கூட என்னாலாகுமோ உன்னை உன்னை தேடித்தானே இந்த ஏக்கம் இந்த பாதை இந்த பயணம் இந்த வாழ்க்கை ஆனதோ. എന്നിട്ട് എന്താവാൻ? ഒന്നാമത് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് വരി വരിയായിട്ടാണ്, ഒരാളുടെ ബാക്കിലായിട്ട്. അപ്പൊ ഈ റോഡിന്റെ തൊട്ടപ്പുറത്തിന് ഒരു തോട്, ഒരു കനാലുണ്ട്. എന്റെ കാലിൽ നൈസായിട്ട് ഇങ്ങനെ അതിനകത്തോട്ടായി. അപ്പത്തേനും ഞാൻ വിചാരിച്ചു എന്റെ ഒരു കസിൻ ചേച്ചി ഉണ്ട്, ഇവള് പിടിക്കുന്നു. എന്നിട്ട് ഞാനാണെങ്കിൽ ഇവള് പിടിക്കുന്നു വിചാരിച്ചോണ്ടിരിക്കുക. പക്ഷെ ഇവള് പിടിച്ചില്ല. ഞാൻ തലകുത്തി അതിനകത്തോട്ട് വീണു. അപ്പൊ എടുത്ത പിക്കാണ് നീ ആ കണ്ടത്. നിന്റെ കസിൻ നിന്നെ പറ്റിച്ച് അല്ലടാ? അപ്പൊ കാർത്തികേട്ടനുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നില്ലേന്ന്. ഞാൻ അതിനകത്തോട്ട് തലയും കുത്തി വീണിട്ട് തലയിൽ മൊത്തം ചെളിയായിട്ട് നിൽക്കുമ്പോ ആ പിക്ക് എടുത്ത് തന്നെ കാർത്തികേട്ടനാ. എന്നിട്ടാണ്. അയ്യോ, അങ്ങനെ ഉണ്ടായിരുന്നോ? എന്റെ പൊന്നോ, കസിൻസ് ആണെങ്കിൽ ഇങ്ങനെ തന്നെ വേണോടാ. കാർത്തികേട്ടനെ കണ്ട നേരിട്ടൊന്ന് അഭിനന്ദിക്കാമായിരുന്നു. അതെ അതെ, നിനക്ക് ചിരിക്കാനുള്ള വക ഉണ്ടാക്കി തന്നല്ലോ അല്ലേ? അതുകൊണ്ടല്ലേടാ നമുക്കിപ്പോ ഇങ്ങനെ പറഞ്ഞ് ചിരിക്കാൻ പറ്റുന്നേ. ഹായ് ആരോ. ഹായ് താനും. എന്താ ഇങ്ങോട്ടൊക്കെ? ഏയ്, താൻ ഫ്രീ ആണോ? ആ, താൻ കാര്യം പറ. അല്ല, താൻ ഫ്രീ ആണെങ്കിൽ നമുക്ക് ലൈബ്രറി വരെ ഒന്ന് പോയിട്ട് വരാന്ന്. അവിടെ ആകുമ്പോ നല്ല നല്ല നോവൽസ് ഒക്കെ കാണുമല്ലോ. അയ്യോ പ്ലീസ്, എന്നെ അങ്ങോട്ട് മാത്രം വിളിക്കരുത്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സ്ഥലം അത്. നമ്മൾ വളരെ യാദർശികമായിട്ടാണ് അവിടെ വെച്ച് കണ്ടുമുട്ടിയത്. പിന്നെ ഈ ബുക്സ് ഒക്കെ അത് തന്നെ പോലുള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാ. നമ്മളൊന്നും ഇങ്ങോട്ടേ കൂടത്തില്ലെന്നേ. ആ, അങ്ങനെ. ഓക്കെ, എന്നാ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയി നോക്കട്ടെ. ഓക്കേടോ, അതായിരിക്കും നല്ലത്. ഇവളേതാടാ? ഇവളെ ഇന്നലെ ഞാൻ ലൈബ്രറിന്ന് കണ്ടതാടി. നിന്നോട് പറയാൻ വിട്ടുപോയി. ഓ, അല്ലെങ്കിൽ ഇവളെ പറ്റി പറഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ? ലൈബ്രറിന്നാ? അപ്പൊ നീയല്ലേ പറഞ്ഞേ സിയാനെ കണ്ടിട്ട് ലൈബ്രറിന്ന് അപ്പൊ തന്നെ ഇറങ്ങി വന്നു. ഓ നൈസ്. പക്ഷെ ആരും അവക്ക് തന്നെ ഇഷ്ടമാ. എന്തോന്ന്? നീ എന്തൊക്കെ വട്ടാതിയായി പറയുന്നേ? എടാ മോപ്പേ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. അവളുടെ പ്രണയം തുടിക്കുന്ന കണ്ണുകൾ നീ കണ്ടില്ലേ? പിന്നെ അവൾ ഐലൈനറിന് പകരം ഈ പ്രണയമാണല്ലോ കണ്ണി തേച്ചോണ്ട് കിടക്കുന്നേ. ഒന്ന് പോയേ. പെൺപിള്ളേരുടെ സൈക്കോളജി അറിയാത്ത ബ്ലഡ് ഇഡിയറ്റ്. എടാ ചെറുക്ക, അവൾ ഇവിടെ വന്ന് നിന്നോട് സംസാരിച്ചു തന്നെ. അവക്ക് നിന്നോട് എന്തോ ഒരു സോഫ്റ്റ് കോർണർ ഉള്ളത് കൊണ്ടാ ഇന്നലെ കണ്ട സെയിം സ്ഥലത്തോട്ട് അവൾ നിന്നെ വിളിച്ചത്, അതും ലൈബ്രറിയിൽ, പുസ്തകങ്ങളുടെ ഇടയിലേക്ക്. ഹൈഷ്, എന്താണ് നിങ്ങളുടെയൊക്കെ ചിന്താഗതി ഇങ്ങനെ? എന്റെ പൊന്നുതിയാ, അവൾ ആ ലൈബ്രറിന്ന് എന്നോട് ചോദിച്ചു മലയാളം നോവൽസിന്റെ സെക്ഷനോടാണ്. അതുപോലും അറിയത്തില്ല. അതുപോലും അറിയാത്ത എന്റെ അടുത്ത് അവക്ക് തേങ്ങയാണ്. നീ ഒരു മണ്ടനായതുകൊണ്ട് പറഞ്ഞു നിനക്ക് മനസ്സിലാവത്തില്ല. നീ നോക്കിക്കോ മോനെ, അവക്ക് അസ്ഥിക്ക് പിടിച്ചിട്ടുണ്ട് എന്തൊക്കെയോ. ഷേ, ഒന്ന് പോയതിയാ. നല്ല പെമ്പിളാരെ പറ്റി അപവാദം പറയാതെ. ഓ, ഒരു എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചപ്പോ നിനക്ക് വേണ്ട. ഓ, എന്നാ വിട്ടേക്ക്. ഇവിടെ ഇപ്പൊ എനിക്കാണോ നിർബന്ധം? എടി, നിനക്കറിയാലോ എനിക്ക് പെമ്പിളാരുടെ അടുത്തൊന്നും ഫീലിങ്സ് വരത്തില്ലെന്ന്. പിന്നെയും എന്തിനാ എന്റെ പൊന്നുമോൾ ഇങ്ങനെ ചുമ്മാ കിടന്ന് കഷ്ടപ്പെടുന്നേ? എന്നാ പിന്നെ ഇവിടെ വല്ല ആമ്പിള്ളേരും ഉണ്ടോ നോക്കാം. ആ, ദർശൻ ചേട്ടാ. ദിയാ, ദർശൻ ചേട്ടനോ? ആരും അതല്ല. ദേ നോക്ക്, ദർശൻ ചേട്ടനും കാർത്തികേട്ടനും ഇങ്ങോട്ട് വിളിച്ചതാ, ഇപ്പൊ വരും. ഓ, അതാണോ? ഹോ, ഇവള് ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് രാവിലെ തന്നെ? രാവിലെ തന്നെ എന്തോന്ന് സുപ്രഭാതം. മോനെ ആരു, ഇത് നല്ല മൂഡിലാണല്ലോ രണ്ടുപേരും. രാവിലെ തന്നെ കോമഡി അടിച്ചിരിക്കുവായിരുന്നോ? ആന്നേ, ഇവരന്ന് കനാലില് തലയും കുത്തി വീണിട്ട് തലയിൽ മൊത്തം ചെളിയായിട്ട് നിൽക്കുമ്പോഴത്തൊരു പിക്കില്ലേ, അത് കാർത്തികേട്ടനെ എടുത്തേ പറഞ്ഞു. ഞങ്ങൾ അത് നോക്കി ചിരിക്കായിരുന്നു. ഏതായാലും നേരിട്ട് വേണമെന്ന് അഭിനന്ദിക്കണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അഭിനന്ദനങ്ങൾ. ഓ, താങ്ക് യു സോ മച്ച്. ആരു, അതെങ്ങനെയാണോ ഇവ കിട്ടിയേ? ആവോ, അവളെന്റെ ഗാലറിയിൽ കുറെ നേരം തപ്പിട്ട് കണ്ടുപിടിച്ച പിക്കാണത്. അതൊക്കെ എന്റെ അടുത്ത് ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോഴാ അറിയുന്നേ. ഏതായാലും കൊള്ളായിരുന്നു. ചേട്ടന് നല്ലൊരു ഭാവി ഞാൻ ഇതിൽ കാണുന്നുണ്ട്. ആ ദർശൻ ചേട്ടൻ എവിടെ? ചേട്ടനെയാ ഞാൻ ഫസ്റ്റ് കണ്ടേ. ഇപ്പൊ വന്നപ്പോ കാർത്തികേട്ടൻ മാത്രം. അവൻ അമ്മയുമായിട്ട് കോളില്ല, ഇപ്പൊ വരുമായിരിക്കും. ഓ, ഞാൻ വന്ന്. മോർണിംഗ് ഗൈസ്. ആ, വന്നോ? ഞങ്ങള് ചേട്ടനെ പറ്റി പറയുമായിരുന്നു. പിന്നെ അമ്മ എന്തൊക്കെ പറഞ്ഞു? അതൊക്കെ ഇപ്പൊ എത്ര ചോദിക്കാൻ എന്തിരിക്കുന്നു? എപ്പോഴും പറയുന്ന പോലെ തന്നെ ആയിരിക്കും അല്ലേടാ. ഫുഡ് കഴിക്കണം, അലമ്പ് കളിക്കരുത്, ആരോടും വഴക്കൊന്നും ഉണ്ടാക്കരുത്, സ്റ്റഡീസിന് ഇമ്പോർട്ടന്റ് കൊടുക്കണം, ക്ലാസ്സിൽ കയറണം, എക്സെട്ര എക്സെട്ര. ആ, ഇതൊക്കെ തന്നെ, അല്ലാണ്ട് എന്താ പറയാനാ? അച്ചോടാ, എല്ലാ അമ്മമാരും പറയുന്ന പോലെ. ഇവർ പറയുന്നതൊന്നും വകവെക്കാതെ ആരവ് അവന്റെ ഫോണിൽ ആരുമായോ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരു,
വന്നപ്പോ തൊട്ട് തുടങ്ങിയതാണല്ലോ. ആരാണ് മോനെ ഫോണിൽ? ഹേയ്, അതിന്റെ ഒരു ഫ്രണ്ടാ. അവനൊരാളുടെ നമ്പർ ചോദിച്ചു. അപ്പൊ ഞാൻ തപ്പി കണ്ടുപിടിച്ച് സെൻഡ് ചെയ്യുമായിരുന്നു. ഓ അത്രേ ഉള്ളോ? ഞാൻ വിചാരിച്ചു അവളായിരിക്കുമെന്ന്. അവളോ? ആന്നെ, ഇപ്പൊ ഒരു കൊച്ചു വന്നിട്ട് ഇവനോട് കുറച്ച് സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ട് പോയതേ ഉള്ളൂ. അവളെ കണ്ടാലറിയാം ഇവനോട് ഒടുക്കത്തെ ഫീലിങ്സ് ആണ്. പിന്നെ അവളുടെ സംസാരം. എന്നിട്ടും ഇവൻ അതൊന്നും മനസ്സിലായില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അവളിനി ലൈബ്രറിയിലിരുന്ന് ഇവന് മെസ്സേജ് അയക്കുവാണോന്ന്. സോറിടാ കുട്ടാ, ഞാൻ തെറ്റിദ്ധരിച്ചു നിന്നെ. ഷേ, ഒന്ന് നിർത്തിയാ. നീ വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ എന്നെ ആക്കാൻ. മതിട്ടാ. ആരു നല്ല കുട്ടിയാണെങ്കി നമുക്ക് നോക്കാടാ, അല്ലേ ദർശ? അങ്ങനെയൊന്നല്ല. ആ കൊച്ചിതൊക്കെ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ഇവക്കാണെങ്കിൽ രാവിലെ തൊട്ട് എന്നെ ആക്കാനുള്ള ത്വര കയറിയിരിക്കാന്നെങ്കിലും വിചാരിക്കാം. അതിനൊപ്പം നിങ്ങൾ രണ്ടുപേരും കൂടെ നന്നായിട്ടുണ്ട്. ആര് വന്നു കാണോ എന്തോ, ഇന്ന് കണ്ടില്ലല്ലോ. ഏയ് വന്നു കാണും, വരണ്ട ടൈമൊക്കെ കഴിഞ്ഞില്ലേ? ആ, അതാ ഞാനും നോക്കുന്നത്. എവിടെയാണോ എന്തോ, ക്ലാസ്സിൽ കയറിയോ ഒന്നും അറിയില്ല. അല്ലടാ, അപ്പൊ നിങ്ങൾ തമ്മിൽ സെറ്റാണോ? ഏയ്, അവിടെ വരെ ഒന്നും എത്തിയിട്ടില്ലടാ. അപ്പൊ നീ സോളൂന്ന് വിളിച്ച് അവന്റെ പിന്നാലെ നടക്കുന്നതോ? എടാ ലിയോ, നിനക്കൊരു കാര്യം അറിയോ? ഞാൻ ഈ കോളേജിലെ ഫസ്റ്റ് വന്നപ്പോ ഇവിടുത്തെ സീനിയേഴ്സ് റാങ്ക് ചെയ്യിപ്പിച്ച് എനിക്ക് ഉണ്ടാക്കി തന്ന സോൾമേറ്റ് ആണ് ആരു. അപ്പോ നിങ്ങൾ തമ്മിൽ ഒന്നുമില്ല? അങ്ങനെ ചോദിച്ചാ അവൻ എന്നോട് എന്തെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയില്ല. ബട്ട് നീ ഒന്ന് നോക്കില്ലയോ, അവനെ കണ്ട ആരാടാ വീഴാത്തെ? ആഹാ, ഇത് കൊള്ളാലോ. എനിക്ക് അപ്പോഴേ തോന്നി സീരിയസ് റാഗ് ചെയ്തിട്ട് ഒരാള് സോൾമേറ്റ് ആയി എടുത്തേക്കാൻ പറഞ്ഞു കഴിഞ്ഞാ പിന്നെയും അയാളുടെ പുറകെ ഇങ്ങനെ നടക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ ഇപ്പോഴാണ് ആ വേഗം അങ്ങോട്ട് ക്ലിയർ ആയത്. ഹേ ലിയോ, ഫസ്റ്റ് ഒക്കെ അവൻ എനിക്ക് ഫേസ് പോലും തരത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ചെറുതായിട്ടൊരു ചാഞ്ചാട്ടം ഉണ്ട്. ദെൻ ക്ലോസ് ആവാൻ നോക്കുന്നുണ്ട്. ആണോ? അങ്ങനെയൊക്കെ തന്നെ ഓരോന്നിന്റെ തുടക്കം. കാർത്തികേട്ടാ, ദേ ഈ പോർഷൻ ഇതെനിക്ക് മനസ്സിലായില്ല. കാർത്തി, ഈ മോട്ടോഴ്സ് എത്ര ടൈപ്പ് ഉണ്ട്? എടാ, രണ്ടുപേരും കൂടെ ചോദിക്കല്ലേ, ഓരോരുത്തരെ ചോദിക്കും, പറഞ്ഞുതരാം. അപ്പൊ ഫസ്റ്റ് ചോദിച്ചത് ഞാനാ. എനിക്ക് ആദ്യം പറഞ്ഞ. ഓ, കാർത്തി അവക്ക് പറഞ്ഞു കൊടുക്ക്. അല്ലെങ്കിലും ഇതൊക്കെ പഠിച്ച പാസ് ആവും എന്തോ. പ്രവീണ്, നമ്മളൊന്നൊരു ഷോർട്ട് കട്ട് അടി വന്നില്ലേ? നമുക്ക് അത് കൂടെ ഒന്നുകൂടെ പോയി നോക്കിയാലോ? എന്ത് കാര്യത്തിന്? അത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്ലേസ് അല്ലേടാ? ആ, എന്നാലും കോളേജ് എല്ലാരെയും കൂടി അല്ലേടാ. നമ്മൾ അങ്ങോട്ട് പോയെന്ന് വെച്ചിട്ട് ഇപ്പൊ എന്താ? ആ പറഞ്ഞ ശരിയാളിയാ. അവരെന്ത് ചെയ്യാനാ? നമുക്കെന്നാ പോയി നോക്കാം. നിനക്കെന്താ അങ്ങോട്ട് പോകാൻ ഇത്രയും ശുഷ്കാന്തി? ഓ, ഇനിയിപ്പോ അവിടെ പോയി വായി നോക്കാനുള്ള പ്ലാൻ ആയിരിക്കും അല്ലേ? ആ, അത് നല്ലൊരു മുന്നേറ്റമാണല്ലോ. അവിടെ എന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ ആരു, അവന്റെ അടുത്ത് ചോദിച്ചു നോക്കാം ക്ലാസ്സിൽ വല്ല നല്ല പെൺപിള്ളേരുണ്ടോന്ന്. ആ, ഇനിയിപ്പോ അവിടെ പോയിട്ട് അത് ചോദിച്ച് അവനും കൂടെ സമാധാനം കൊടുക്കരുത് കേട്ടോ. പിന്നെ അവനെന്റെ മുത്താണ്, അവന്റെ ചങ്കാണ്, അവന്റെ കറലാണ്. സോ അവനങ്ങനെയൊന്നും തോന്നില്ല. നീ പാട ചെയ്യാനേ, ഇവൻ വരുന്നില്ലേ വേണ്ട. പിന്നെ വേറെ പണിയില്ലല്ലോ. ഏതായാലും നിങ്ങളോ? ഞാനില്ല. ഏയ് എടാ വാടാ, നമുക്ക് വെറുതെ പോയിട്ട് വരാന്നേ. ഇല്ലടാ, എനിക്ക് കുറച്ച് നോട്ട്സ് കംപ്ലീറ്റ് ആക്കാണ്ട്. നിങ്ങൾ ഏതായാലും പോയിട്ടോ. അങ്ങനെയാണെങ്കിൽ വാടാ, നമുക്ക് പോയിട്ട് വരാം. ഇവൻ നോട്ട്സ് കംപ്ലീറ്റ് ആക്കട്ടെ. ഹേയ് സ്ട്രോബെറി ബോയ്, വൈ ആർ യു സിറ്റിംഗ് ഹിയർ? പഠിത്തമാണ് മാൻ. കം ഓൺ, ജോയിൻ us. ഓക്കേ, ഇവിടെ രണ്ടുപേരും സ്റ്റിൽ പഠിത്തമാണല്ലോടോ. പഠിപ്പിക്കാതെ വേറെ വഴിയില്ലല്ലോ മോനെ, പിള്ളേരല്ലേ. അല്ല, നീ ഇവിടെ എന്തോ പേരൊക്കെ വിളിക്കുന്നായിട്ടല്ലോ, സ്ട്രോബെറി ബോയ്. എന്താണ്, ഇതാണ് അവന്റെ പുതിയ അപരനാമം? ഏയ് അതല്ലടാ, അവന്റെ ആ ദർശ. അതില്ല കാർത്തി, അതെന്നെ വെറുതെ വിളിച്ചതാ. ഏതായാലും നിങ്ങൾ ഇവിടെ നിന്ന് പഠിക്കേ. ദർശ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്, എന്റെ കൂടെ ഒന്ന് വന്ന്. ഡൗട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ചോദിച്ചപ്പോ എന്താ? ഏയ്, അവര് പോയിട്ട് ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് വരട്ടെ. താൻ ചോദിക്ക്, ഇനി എന്താ അറിയണ്ടേ? എന്തായാലും എന്താ ഡൗട്ട്? ഡൗട്ട് എടോ, താൻ ഇയാൾ എന്താ കാർത്തിനോടൊപ്പം പറയാൻ വന്നേ? എന്ത്? ഓ, അത് ഞാൻ ഇന്നലെ തന്നോട് പറഞ്ഞില്ലേ, അത് തന്നെ. എന്തേ? ശേ ഇയാള്, എടോ കുറച്ച് കോമൺ സെൻസ്. ഹേ ആരു, കൂൾ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അതിനു മുമ്പേ താൻ കയറി സ്റ്റോപ്പ് ചെയ്തില്ലേ? അല്ലെങ്കിലും ഞാൻ അവിടെ ഒന്നും പറയാൻ പോകുന്നില്ലായിരുന്നു. എനിക്കറിയായിരുന്നു താൻ കറക്റ്റ് ടൈമിന് പ്രതികരിക്കുമെന്ന്. താൻ അത് വിട്. പിന്നെ ഡൗട്ട് വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കേ. ഒന്നുമില്ലാണ്ട് ഇത് മാത്രം ചോദിക്കാനാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നേ? ഒരു ഡൗട്ട് ഉണ്ട്. അതെ, ഈ മോട്ടോഴ്സ് എത്ര ടൈപ്പ് ഉണ്ട്? കുറെ ഉണ്ടോ? നമ്മുടെ ഈ ജനറേറ്ററിലൊക്കെ യൂസ് ചെയ്യുന്ന മോട്ടോഴ്സ്, അതിന്റെ സൈസ് ഒക്കെ എങ്ങനെയായിരിക്കും? അല്ല,
അത് ജനറേറ്റേഴ്സിന്റെ സൈസിനനുസരിച്ചിരിക്കും. ഓ, അപ്പോ മോട്ടോഴ്സിനും സൈസസ് ഉണ്ടോ? ഐ മീൻ സ്മോൾ, മീഡിയം, എക്സൽ, ഡബിൾ എക്സൽ അങ്ങനെ? ഹേ ആരു, കം ഓൺ, ഇതെന്താ ഡ്രസ്സിംഗ് സെക്ഷനോ? എടോ, ഇറ്റ് വാസ് ആൻ ഇലക്ട്രിക് പ്രൊട്ടക്ട്. അതിന്റെ സൈസാണോ താനീ പറഞ്ഞോണ്ടിരിക്കുന്നത്? അതൊക്കെ എനിക്കറിയാം, ഞാൻ ഇയാളെ ഒന്ന് ടെസ്റ്റ് ചെയ്തതാ. മറ്റെല്ലാവരോടും ദർശൻ ഒരു അകലം പാലിച്ചിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ആരവിനോട് ആ അകലം പാലിക്കാൻ ദർശന് സാധിക്കാതെ വന്നു. അവനറിയാതെ ആരവിന്റെ ഓരോ ചോദ്യവും കളിയും ചിരിയും എല്ലാം ദർശൻ ആസ്വദിക്കാൻ തുടങ്ങി. കാർത്തി അല്ലാതെ ഇവിടെ ആരൊക്കെയാ ഇയാളുടെ വേറെ ഫ്രണ്ട്സ്? കാർത്തി അല്ലാതെ എനിക്കിങ്ങനെ വേറെ ഫ്രണ്ട്സ് ഒന്നുമില്ല. ഞാൻ എല്ലാരോടും സംസാരിക്കും, പക്ഷേ ആരുടെയും കൂടെ അങ്ങനെ നടക്കാറില്ല. ഓ, ഐ സി. ഞങ്ങള് കുറെ കേട്ടു കോളേജ് ഹീറോ മിസ്റ്റർ ദർശനെ പറ്റി. പക്ഷേ താ വാ തുറക്കുവോന്നാ ഇവിടെയുള്ള എല്ലാരും പറയുന്നേ. ആറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂന്ന്. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും തോന്നില്ലല്ലോ. അപ്പൊ എന്താ എന്നോട് സംസാരിക്കുന്ന പോലെ ബാക്കിയുള്ളവരടുത്ത് സംസാരിക്കാത്തെ? ബാക്കിയുള്ളവരോട് സംസാരിക്കാൻ തോന്നാത്തോണ്ട്. അപ്പൊ എന്നോടോ? തന്നെ ഐ ലൈക്ക് യു. ഐ മീൻ അന്ന് പറഞ്ഞ പോലെയൊക്കെ തന്നെ. തന്റെ കണ്ണ്, തന്റെ ലിപ്സ്, തന്റെ സംസാരം, തന്റെ ബിഹേവിയർ എക്സെട്ര എക്സെട്ര. ഐ ലൈക്ക് ഇറ്റ് മോർ. ദർശ ആൻഡ് ഈ വിളി, ആഹാ. എന്നിട്ടെന്താ ആരു, ഈ സ്ട്രോബെറിക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ തന്റെ ഈ ലിപ്സ് പോലെ? അതെങ്ങനെ ഇയാൾക്കറിയാം രണ്ടിന്റെ ടേസ്റ്റ് ഒരുപോലെയാണോ അല്ലയോ എന്ന്? ശരിയാ, ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ലല്ലോ. അതെങ്ങനാ? താനിതുവരെ എനിക്കൊരു ചാൻസ് തന്നിട്ടില്ലല്ലോ. ഹേ ദർശ, ആർ യു ഫ്ലർട്ടിംഗ് വിത്ത് മീ? ഓഫ് കോഴ്സ്. എന്തേ? സീനിയർ ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഹലോ. കുറച്ച് ബിസിയാ, നീ പറ. അത് വേണ്ട, ഞാൻ അങ്ങോട്ട് വന്നോക്കാം. നീ എവിടെയെന്ന് പറ. ആണ്, ഞാൻ ബിസിയാണ്, പക്ഷെ എന്നാലും ഞാൻ വരാം, നീ വിളിച്ചതുകൊണ്ട്. എപ്പോ? ക്ലാസ് കഴിഞ്ഞിട്ടോ? എന്നാ പിന്നെ അങ്ങനെ. ഓക്കെടാ, സെറ്റ്. ബൈ ബൈ. ഒന്ന് പോയേടാ. ഞാൻ അതുകൊണ്ടൊന്നല്ല നിന്റെ അടുത്ത് ബിസിയാന്ന് പറഞ്ഞേ. ഞാനിവിടെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്തോണ്ടിരിക്കുക. അളിയാ, നിനക്കറിയാലോ എനിക്ക് പെമ്പിള്ളേരുടെ അടുത്തുനിന്ന് ഫീലിങ്സ് വരത്തില്ലെന്ന്. പിന്നെ നീക്ക് എന്തിനാ ഇത് ചോദിക്കുന്നേ? ആടാ ശരി. ഹലോ. കുറച്ച് ബിസി. നാളെ എന്തൊക്കെയാ പരിപാടി? ക്ലാസ് ഇല്ലല്ലോ. പ്രത്യേകിച്ച് ഒരു പരിപാടി അല്ല. അത് വേണ്ട, ഞാൻ അങ്ങോട്ട് നോക്കാം. നീ എവിടെയെന്ന് ഒന്ന് കാണണം എന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. ക്ലാസ് കഴിഞ്ഞില്ലേ? അവനിപ്പോ വരുവോ എന്തോ. അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ നിക്ക്, ഞാൻ പോയി പ്രവീണിനെയും കൂടെ കൂട്ടിയിട്ട് വരാം. യാദവേ, നിങ്ങൾ സംസാരിക്കും, ഞാൻ അവനെയും കൂടെ വിളിച്ചിട്ട് വരാം. അളിയാ, ഞാൻ എന്താ നിന്റെ അടുത്ത് ചോദിക്കാൻ വന്നേ? എടാ, നിങ്ങളുടെ ക്ലാസ്സിൽ പെമ്പിള്ളേരൊക്കെ ഉണ്ടോടാ? പെമ്പിള്ളേരാ? ഇത് ചോദിക്കാനാണോടാ നീ എന്നെ അത്ര അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? ഞാൻ വിചാരിച്ചു വേറെ എന്തോ വലിയ കാര്യമായിരിക്കും. ആരു? എന്താടാ? ഇതൊന്നും അല്ല ഞാൻ നിന്നോട് ചോദിക്കാൻ വന്നത്. എനിക്ക് നീ സിൻസിയർ ആയിട്ടുള്ള ഒരു ആൻസർ തരണം. എന്റെ ഫ്രണ്ടില്ലേ സിയാൻ, അവനെ നിനക്ക് പരിചയമുണ്ടോ? ഓ, പരിചയമുണ്ടല്ലോ. എന്തേ, ഫ്രണ്ട് ഇതുവരെ പറഞ്ഞിട്ടില്ലേ? എന്ത് പരിചയം? നിങ്ങൾ രണ്ടുപേരും പരസ്പരം കാണുമ്പോ എന്തിനാ സ്റ്റക്ക് ആവുന്നേ? എടാ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്തോ ശരിക്കും? ഇപ്പോ അവൻ നിന്റെ ഫ്രണ്ട് ആണെങ്കിൽ ആ ഫ്രണ്ടിനെ ഞാനും കൂടെ അറിയേണ്ടതല്ലേ? സ്കൂൾ ടൈം തൊട്ട് നിന്റെ കൂടെ ഞാനില്ലേ? എന്നിട്ട് ഇവരെ ഞാൻ ഇപ്പോഴാ പരിചയപ്പെടുന്നത്. എന്താടാ ശരിക്കും? ഈ കാര്യങ്ങളൊന്നും നീ അവനോട് ചോദിച്ചില്ലേ യാദവേ? ഫസ്റ്റ് അവനോട് ചോദിക്കായിരുന്നില്ലേ? നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ആരോ, നീയും അവനെ പോലെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അവനേക്കാൾ പരിചയം എനിക്ക് നിന്നോടുണ്ട്. സോ എനിക്ക് നിന്നോട് ചോദിക്കാം. അതാ ചോദിക്കുന്നേ. പറയ്, നിങ്ങൾ തമ്മിൽ എന്താ? അളിയാ, ഞങ്ങളൊരു 1 year റിലേഷനിലായിരുന്നു, ഞാനും ചെയ്യാനും. പിന്നെ ഒരു 6 to 8 months മുമ്പ് ബ്രേക്കപ്പ് ആയി. എന്താ റീസൺ എന്ന് എനിക്കറിയില്ല. അവൻ തന്നെയാ ബ്രേക്കപ്പ് ആക്കിയേ. ഞാൻ അവനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചില്ലേന്ന് ചോദിച്ചാ ഇല്ല. ബിക്കോസ് ഡിപ്രഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബട്ട് എനിക്ക് സ്റ്റിൽ ഹോപ്പ് ഉണ്ടായിരുന്നടാ അവൻ തിരിച്ചു വരുന്നു. പക്ഷെ ഇപ്പോഴാ ഞാൻ അവനെ കാണുന്ന തന്നെ. ഇതല്ലാതെ വേറൊന്നുമില്ല. ദാറ്റ്സ് ഇനഫ്. ഇനി നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹേ യാദവ്, എടാ എത്രയായി കണ്ടിട്ട്?
ആരും നിന്നെ ക്ലാസ്സിൽ നോക്കിയായിരുന്നു, അവിടെ കാണാത്തോണ്ടാ ഇങ്ങോട്ട് വന്നേ. ഹായ് ദിയ. ഇതെന്താ രണ്ടുപേരുടെ മുഖത്തൊരു ഗൗരവം? യാദവ്, നിന്റെ ഫ്രണ്ട്സ് ഒക്കെ എവിടാ? ക്ലാസ് കഴിഞ്ഞില്ലേ? ഇപ്പൊ വരൂടി. നീ ഇത് പറയാതെ മതിയോ? നിനക്ക് ഇത്രേ അറിയാനുള്ളോ? ഇനി എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടോ? ആരും ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല ഇതൊന്നും. പിന്നെ അവൻ എന്റെ അടുത്ത് നിന്നെ പറ്റി കുറെ കാര്യങ്ങൾ ചോദിച്ചു. എനിക്കെന്തോ തോന്നി നിങ്ങൾ തമ്മിൽ അറിയാമെന്ന്. ഞാനും പ്രവീണും കൂടി ഇതിനെപ്പറ്റി സംസാരിച്ചതായിരുന്നു. അതാ നിന്റെ അടുത്ത് ഞാൻ ചോദിച്ചത്. ഐ ആം സോറി. എന്താടാ നീ എന്തിനാ ഇവനോട് സോറി ഒക്കെ പറയുന്നേ? ഏയ് അങ്ങനെയൊന്നും അല്ലടി. അവൻ എന്നോട് സിയാന്റെ കാര്യം ചോദിക്കുമായിരുന്നു. ഓ, സിയാൻ, അവൻ ഇവിടെ ഉണ്ടല്ലേ? ഇവൻ പറഞ്ഞിരുന്നു, അതും നിന്റെ ഫ്രണ്ടായിട്ട്. പൊന്നു മോനെ യാദവേ, നീ ഇനി ഇവരുടെ ഒരു ഒത്തുചേരലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നടക്കത്തില്ല. ഞാൻ അതിന് സമ്മതിക്കത്തില്ല. നീ അതിനുവേണ്ടി അവന്റെ വക്കാലത്തും കൊണ്ട് വന്നാണെങ്കിൽ ഇപ്പൊ തന്നെ വിട്ടോ. ഏയ് ദിയ, അതിനവൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. എന്തായാലും ആരും നീ 6 മാസത്തോളം ഇവിടെ കിടന്ന് അനുഭവിച്ചത് ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവരുടെ ഡിപ്രഷൻ എന്റെ വായിലിരിക്കുന്നൊന്നും കേൾക്കരുത്. ഇവനെ ഒന്ന് റിക്കവർ ആക്കി കൊണ്ടുവരാൻ ഞാൻ പെട്ട പാട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതിനെപ്പറ്റി ഇവിടെ ആർക്കും അറിയാൻ വേണ്ട, ആരും അന്വേഷിച്ചിട്ടുമില്ല. ഇനി നീ എങ്ങാനും അവന്റെ അടുത്ത്... ദിയ നിർത്ത്. ഞാൻ പറഞ്ഞില്ലേ ഇവൻ അതൊന്നും അല്ല പറഞ്ഞേന്ന്. സിയാന്റെ എന്റെ ഇടയിൽ എന്തോ ഉണ്ടെന്ന് അവൻ അറിയാം. അതെന്താന്ന് അവൻ ചോദിച്ചു, ക്ലിയർ ആക്കി. ഞാനത് പറഞ്ഞു കൊടുത്തു, അത്രേ ഉള്ളൂ. അതിന് നീ എന്തിനാ ഇങ്ങനെ? ഏയ് എന്താരും അവള് പറയട്ടെ. നിങ്ങൾ ആരുടെ സൈഡിലാ തെറ്റെന്ന് എനിക്ക് അറിയില്ല. ഞാനും അവളൊക്കെ പുറത്തുനിന്നുള്ള ആൾക്കാരല്ലേ. നിങ്ങളുടെ ഇടയിൽ എന്താ ഉള്ളതെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. എടാ യാദവേ, നിനക്കൊരു കാര്യം അറിയോ? അവൻ എന്താ റീസൺ പോലും പറയാണ്ട അവനെ ഇവിടെ ഇട്ടിട്ട് പോയത്. ഇവന്റെ അവസ്ഥ എന്താന്ന് അടുത്ത് നിന്ന് കണ്ടത് ഞാൻ മാത്രം. അവന് വേണ്ടി ഇവൻ എന്തോരം കരഞ്ഞു എന്നറിയോ? ഇവൻ ഇത്ര ആത്മാർത്ഥമായിട്ട് അവനിൽ അഡിക്റ്റ് ആയി പോകുന്നു ഞാൻ വിചാരിച്ചിട്ടില്ലടാ. എനിക്കറിയായിരുന്നു ഇവർ തമ്മിൽ റിലേഷനിലാണെന്ന്. പിന്നെ ഇവനാണെങ്കിൽ അതിനെ പറ്റിയിട്ട് ആരോടും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ അറിയാവുന്ന എനിക്ക് മാത്രമാണ്. പക്ഷെ ഒരിക്കലും ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. ഇവന്റെ അവസ്ഥ എടാ, അതെനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നതിലും അപ്പുറത്തായിരുന്നു. ഈ കോളേജിൽ വരുന്നതിന്റെ മുമ്പ് ഇവൻ എന്തായിരുന്നു നിനക്കറിയോ? ദിയ, നിന്റെ ഫോൺ വിളിങ്ങിയിരുന്നു, എടുത്ത് സംസാരിക്കേ. ഹലോ കാർത്തികേട്ടാ, പറയ്. എടാ, അവൾ എന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. നീ വിട്ടേക്ക്. പിന്നെ നീ പോകുന്നില്ലേ? അവരൊക്കെ എവിടെ? സിയാൻ എന്റെ ബാഗ് എടുക്കാൻ പോയതാടാ. അതിന്റെ ഒപ്പം അവൻ പ്രവീണിനെയും കൂട്ടി വരും. ആ ഇതേടാ, അവന്മാര് വരുന്നുണ്ട്. ആരും കാർത്തികേട്ടനെ വിളിച്ചേ. കോളേജിന്റെ ഫ്രണ്ടിലോട്ട് പോകാൻ പറഞ്ഞു. എന്തോ പറയാനുണ്ടെന്ന്. നിന്നെ വിളിക്കാൻ പറഞ്ഞു. നമ്മുടെ അടുത്ത് 2 പേരടുത്തും കൂടെ പോകാനാ പറഞ്ഞേ. നീ ചെല്ല് ദിയ, ഞാൻ വന്നേക്കാം. ഏയ് ചെല്ലടി. നീ കാർത്തികനോട് പറഞ്ഞാൽ മതി, ഞാൻ ഇപ്പൊ വരുന്നു. എടാ, അവള് പറഞ്ഞൊക്കെ സത്യാണ്. അവൻ എന്തിനാ പോയെന്ന് എനിക്കറിയില്ല. ഇനി എന്റെ മിസ്റ്റേക്ക് ആണോ അതും. പക്ഷെ ഇനി ഞാൻ റീസണൊക്കെ അറിഞ്ഞിട്ട് എന്താക്കാനാടാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പോവാടാ. ആ ആരും എടാ, നിങ്ങൾ ചോദിച്ചോ ഇവന്റെ ഡിപ്പാർട്ട്മെന്റിലെ ന്യൂ ഗേൾസ് വല്ലതും ഉണ്ടോന്ന്? സിയാൻ ചോദിച്ചില്ലേടാ? ആടാ, ചോദിച്ചു. അവനെ ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു. നിങ്ങൾ ഏതായാലും അങ്ങോട്ട് നടക്ക്. നിങ്ങളെന്തായാലും അങ്ങോട്ട് നടക്ക്. ഞാൻ ഇപ്പൊ വരാം. ആരു, ഒരു കാര്യം, നിനക്ക് ഇപ്പോഴും ചെയ്യാൻ ഇഷ്ടമാണോ? ആരും പോണ്ടേ? പോവാ. ഹേ, വാട്ട് ഹാപ്പൻ? നത്തിങ്. വാ പോവാ. ഹേ വെയിറ്റ്, ഇയാളല്ലേ അന്ന് നിന്റെ കൂടെ ലൈബ്രറി കണ്ടേ? അല്ലേ ആരു? ദർശ. എനിവേ, ദർശൻ സീനിയർ ആണ്. നിങ്ങള് ഫസ്റ്റ് ഇയർ ആണല്ലേ? നൈസ് ടു മീറ്റ് യു ഗൈസ്. സിയാൻ. ഓ ഓക്കെ സിയാൻ, നൈസ് ടു മീറ്റിംഗ് യു മാൻ. അപ്പൊ ശരി, എന്നാ ആരു വാ. പുള്ളി നൈസ് ആണല്ലോടാ, നല്ല സംസാരം. അതെ, ആരുവിനോട്. ഇവർ രണ്ടുപേരും കൂടെടാ ഞാൻ ക്യാൻറ്റീനിൽ കണ്ടേ. ആരാടാ അത്? എടാ, ആള് നിനക്ക് മനസ്സിലായില്ലേ? നമ്മുടെ കോളേജ് ഹീറോ ഇല്ലേ, വൺ മിസ്റ്റർ ദർശൻ, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. അയാളാണ് ഇപ്പൊ ഇവിടെ വന്നിട്ട് പോയത്. ആ എന്തായാലും ആവട്ടെ, വാ നമുക്ക് പോവാം. ഓ കാർത്തികേട്ടാ, ഇത് സെറ്റ്. അവനോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നാളെ ഞാൻ അവനെ കൂട്ടി വന്നോളാം. ആണോ? അതേ വരുന്നു. നീ ഇപ്പൊ തന്നെ പറഞ്ഞേക്ക്. നാളെ അല്ലെങ്കിലും അവൻ എണീറ്റില്ലല്ലോ. എന്താടാ, ആരെണീറ്റില്ലെങ്കിലോ ഒന്ന്? അല്ലടാ, നാളെ നമ്മൾ പാർക്കിൽ പോകുന്ന കാര്യം പറയുമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരെയും കൂടെ വിളിക്കാന്ന്. നമ്മൾ മാത്രമായിട്ട് അടപ്പായിരിക്കും. പാർക്കിലോ? നാളെയോ? ആടാ, ഇവിടെ അടുത്തെവിടെ ഒരു പാർക്ക് ഉണ്ട് പോലും. നമുക്കറിയില്ലല്ലോ. എന്തായാലും വിളിച്ചല്ലേ, നമുക്കൂടെ പോയി നോക്കാം. ഫുൾ എൻജോയ്മെന്റ് ആയിരിക്കും മോനെ. ഓ, എൻജോയ്മെന്റ് എത്തും പീക്കായിരിക്കും. നമ്മള് 4 പേരുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ കാണാം. ഇന്നിപ്പോ ടൈം ഒരുപാടായില്ലേ ആരും? ആ എന്നാ നാളെ സെറ്റാക്കാം. നമുക്കിപ്പോ പോവാ.
ഇതിപ്പോ എല്ലാ റൈഡിനും കൂടെ കയറി തീരുമ്പത്തേനും ഒരു ടൈം എടുക്കും. ഏ, എല്ലാ എണ്ണങ്ങളും പോയാ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇവിടെ. ദിയ, അവരെവിടെ? അവർ രണ്ടും കൂടെ ഏതോ റൈഡിൽ കയറാൻ പോയി തോന്നുന്നു. ആരു ദർശൻ ചേട്ടന്റെ കൈയും പിടിച്ചു വെച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ആരു എടേ ഇത് കൊള്ളാം, നല്ല രസമുണ്ട്. രസോ? നിനക്ക് എങ്ങനെ തോന്നുന്നടാ ഇതൊക്കെ പറയാൻ? ഇതിന് നിലത്തിറങ്ങുന്നതിന് മുമ്പ് എന്റെ ജീവൻ മുകളിലോട്ട് പോവോന്നാ. ദർശ, എടാ ഈ വണ്ടി നിർത്താൻ പറയടാ, ഞാനിപ്പോ ചാവും. കാർത്തി, ഇതങ്ങനെ നിർത്താനൊന്നും പറ്റൂല, ടൈം കഴിയണ്ട്. ഇത് വണ്ടിയൊന്നും അല്ല, പിടിച്ചിരിക്ക അവിടെ, പിടിക്ക്. പിടിച്ചിരുന്നാലും ഞാൻ തെറിച്ചു പോകുന്ന തോന്നി. നിനക്ക് എങ്ങനെ തോന്നിയടാ എന്റെ അടുത്ത് ഇതിനകത്ത് കേറിക്കോളാൻ പറയാൻ? അയ്യോ എടാ കാർത്തി, ഞാനിപ്പോ ചാവടാ. ദർശ പേടിക്കണ്ട, എന്റെ കൈ പിടിച്ചോ. ആ, നിന്റെ കയ്യിൽ തന്നെ പിടിച്ചല്ലേടാ ഞാൻ ഇരിക്കുന്നത്. നിന്നെയും കൊണ്ട് ഞാൻ ഇപ്പൊ മിക്കവാറും ഇതിനകത്ത് ഇറങ്ങി പോവും. ഇല്ല ദർശ, ഇറ്റ്സ് ഓക്കെ. ഓ, ഭൂമിയിലെത്തിയോ? കഴുത്തിന്റെ മേലെ തലയൊക്കെ ഉണ്ടോ എന്തോ. വാരും വേഗം ഇറങ്ങി പോവാ. ദർശ, അതിനകത്തുള്ള അഭ്യാസം മതിയാവാഞ്ഞിട്ടാണോടാ നീ എന്നെ ഇതിനകത്ത് പിടിച്ച് കയറ്റിയത്? ഇടാ ഞാനല്ല, ആരുവാ പറഞ്ഞേ നല്ലതാന്ന്. അവനങ്ങനെ പലതും പറയും. ഇതിൽ നിറങ്ങുമ്പോ ജീവൻ ബാക്കി ഉണ്ടാവോന്ന് ആർക്കറിയാ? അനങ്ങണ്ട, ഒന്നും അറിയാത്ത പോലെ അങ്ങ് ഇരുന്നു. ദർശൻ ചേട്ടാ, ഇതിലടുത്ത റൗണ്ടില് നമുക്ക് കാർത്തികേട്ടനെ ആരുവിനെയും കയറ്റി വിടാട്ടോ. അവര് നിലത്ത് നിന്ന് സുഖിക്കുക. അത് തന്നെ, അവന്മാര് മാത്രം അങ്ങനെ സൂക്ഷിക്കണ്ട. അയ്യോ, എന്തൊരു കോമഡി ആയിരുന്നു. ദർശ, ഇത്രയും പേടിയോ? കാർത്തി, നിനക്കും നല്ല പേടിയാണല്ലോ. വാ, ഇനി അടുത്ത വാട്ടർ റൈഡിൽ പോവാം. വാട്ടർ റൈഡാ? എടാ ചെക്ക, നീ എന്നെ പരലോകത്തേക്ക് പറഞ്ഞയക്കാനുള്ള വല്ല പ്ലാനും ആണോ? ഞാനൊന്നുമില്ല, നിങ്ങൾ പോക്കോ. ഷേ, അങ്ങനെ പറയല്ലേ കാർത്തികേട്ടാ. വാട്ടർ റൈഡ് അത്ര ഡേഞ്ചർ ഒന്നുമല്ലല്ലോ, പോരെ? ഇവളെന്നെയും കൊണ്ടേ പോകും. ദർശ, വന്നേ വന്നേ, നമുക്ക് അടുത്ത വാട്ടർ റൈഡിൽ പോവാം. ആരും നോക്കി, നീ ഇപ്പൊ മറിഞ്ഞു വീഴുവേ. ഹേയ് കാർത്തി, എന്നെ പിടിക്ക്. സ്വന്തം പിടിച്ച് കേറി വാടേർക്കാം. ആരു, വെള്ളത്തിൽ പോലും കുഴപ്പമില്ലടാ, നീ അവിടെ പൊങ്ങി കിടന്നോളും. എനിക്ക് ഒരുത്തന്നെ സഹായം വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോക്കോളാം. ആരു, നീ അങ്ങനെ ഒറ്റയ്ക്ക് പോലെ വീഴുവേ. അതാ ആരു തെന്നുന്നടാ. ഇത് അതിനുള്ള സാധനം തന്നെയാ കാർത്തി. ദൈവമേ, ഞാനിതേ വരുന്നേ. എന്തുവാ ഇത് കാർത്തികേട്ടാ? ആരു, നിങ്ങളിത് ഇങ്ങനെയൊക്കെ വെള്ളത്തിൽ വീണേ? ഓ, വെള്ളത്തിൽ തന്നെ കറക്റ്റ് വീണോ? ഞാൻ വിചാരിച്ചു തെറിച്ചപ്പുറത്തെ പറമ്പി പോയിട്ടാ വീണേന്ന്. ഞാൻ ദേ അതില് കയറാൻ പോവാണേ. ആരോ നോക്കി, ശ്രദ്ധിച്ച്. ആഹാ, ഇത് കൊള്ളാലോ. എടാ ഞാനും കയറാൻ പോവാ. എനിക്കും ജിമിൻ പറഞ്ഞതേ പറയാനുള്ളൂ. ജയക്കയുടെ ഭാഗത്ത് പോലും നിന്നെ കാണാൻ പാടില്ല. ചേച്ചി, ഞാനൊരു തേക്കുപ്പ് ഫാനാണ്. പക്ഷേ കോഴിയായിരുന്നു നമ്മുടെ ജിമിൻ ഒരു ഹീറോ ആയി കാണാൻ നല്ല ആഗ്രഹം. ചേച്ചി, ഞങ്ങളുടെ മനസ്സ് ചേച്ചി കാണുന്നില്ലേ? ഈ സ്റ്റോറി ഫസ്റ്റ് എപ്പിസോഡ് മുതൽ ഇതിൽ വിമിൻ മതിയെന്ന് പറയുന്നത്. ഞങ്ങളുടെ ആഗ്രഹം ഒന്ന് സാധിച്ചു തന്നോടെ. സാധിച്ചു തരുമായിരിക്കും. ഓക്കെ, എനിക്കിപ്പോൾ തൽക്കാലം ഇത്രയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. ഞാനൊരു ജി കുക്ക് ഫാനാണ്. എവിടെ തിരിഞ്ഞാലും ജി കുക്ക് തേക്കുക്ക് കോംബോ ആണ് കൂടുതലും. ബട്ട് ഇതിലെ വിമിൻ ഒരു രക്ഷയുമില്ല, അപാരം തന്നെ. പിന്നെ ഇതിൽ തേക്കുക്ക് കോംബോ ആണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. ബട്ട് എന്തോ ഈ എഡിറ്റിങ്ങും വിമിൻ മൊമെന്റ്സും ഒക്കെ കണ്ട് അവർ ഒന്നിക്കണമെന്ന് ഉണ്ട്. ഫസ്റ്റ് ടൈം ആ ജി കുക്ക് ഇട്ട് ഒരു വിമിൻ എഫ്എഫ് കാണാൻ ഇത്ര ത്രില്ലാകുന്നേ. പിന്നെ സ്റ്റോറി ലൈനും എഡിറ്റിങ്ങും ഒക്കെ ഒരു രക്ഷയില്ല. പിന്നെ വിമിൻ തന്നെ ഒന്ന് സെറ്റാക്കാൻ നോക്കണേ. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം മാനിച്ച് ഞാനതിനെ പറ്റി റൈറ്ററിനോട് സംസാരിക്കുന്നതായിരിക്കും. സൂപ്പർ സ്റ്റോറി, എഡിറ്റിംഗ്, വോയിസ് എല്ലാം. ഞാനൊരു കട്ട തേക്ക് കുക്കറാണ്. ബട്ട് എല്ലാവരും പറയുന്ന പോലെ ഇതിൽ എനിക്ക് വിമിനാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം. മേ ബി ജിമിൻ്റെ ക്യാരക്ടർ ആയിരിക്കും, ഐ ഡോണ്ട് നോ. വിമിൻ കുക്കിൽ ജി കുക്ക് ടോപ്പായ ഒരു സ്റ്റോറി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ശരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്ക് വിമിൻ സെറ്റായാൽ കൊള്ളാമെന്നുണ്ട്. ബട്ട് നിങ്ങളുടെ സ്റ്റോറി, നിങ്ങളുടെ ഇഷ്ടം ആരായാലും ഞാൻ അക്സെപ്റ്റ് ആക്കും. ബട്ട് ഒരു വ്യൂവർ എന്ന നിലയിൽ ഇപ്പോൾ എനിക്ക് വിമിൻ സെറ്റ് ആവാനാണ് ആഗ്രഹം. സ്റ്റോറി എഴുതിയ ആളും എഡിറ്ററും ഒക്കെ പൊളി, നിങ്ങൾ സമ്മതിച്ചു.
ആൻഡ് വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് എപ്പിസോഡ്. ഞാൻ ഐസിൽ ഹോയിൽ ഒഴിക്കാതെ കാത്തിരിക്കും. കൊള്ളാം, ഇത് കൊള്ളാം. നിങ്ങൾ തേക്കൊക്കെ എല്ലാവരും കൂടി ഇങ്ങനെ വിമൻ ഒന്നിക്കണം എന്ന് പറഞ്ഞാൽ എന്താക്കും? ഏതായാലും നമുക്ക് നോക്കാം. പിന്നെ ഈ സ്റ്റോറി എഴുതിയ ആളും എഡിറ്ററും ഒന്നും വേറെ അല്ല കേട്ടോ, അതെല്ലാം ഒരാൾ തന്നെയാണ്. ആ ഒരാളുടെ തലേന്ന് വരുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ബൈ, ഞാനും എഡിറ്ററോടൊന്ന് സംസാരിക്കാം.